ദൈവത്തിൻ്റെ പൊന്നു തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 105 സങ്കീർത്തനം 4 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയും അവൻ്റെ ബലത്തെയും തിരവീൻ, അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് യഹോവയെ അന്വേഷിക്കേണ്ടത്? അവൻ്റെ മുഖത്തെ ഇടവിടാതെ നാം ദർശിക്കേണ്ടത്. ഈ മരുഭൂമി യാത്രയിൽ നാം നമ്മുടെ ബലം ഏത് സമയത്തും നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമുണ്ട്. നമ്മുടെ ബലത്തെ എടുത്തു കളയുവാൻ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി സഞ്ചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മോട് പറയുന്നു, ബലശാലികളായി കനശാലികളായി നാം മുന്നേറണം. സ്തോത്രം. യശയ്യാവിൻ്റെ പുസ്തകം 55 അധ്യായം 6, 7 വചനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചന്വേഷിപ്പീൻ. അപ്പം ദൈവത്തെ കണ്ടെത്താവുന്ന സമയത്ത് നാം അന്വേഷിക്കണം. നമ്മുടെ നല്ല സമയത്ത്, നല്ല അവസരങ്ങളിൽ ദൈവത്തെ വിളിക്കുവാനുള്ള സാഹചര്യമുള്ളപ്പോൾ, ദൈവത്തെ വിളിക്കുവാനുള്ള എല്ലാ ചുറ്റുപാടുകളും നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, നാം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ, നാം അവൻ്റെ മുഖത്തെ അന്വേഷിച്ചാൽ, അവൻ്റെ മുഖപ്രകാശം നാം കാണുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരും. അവൻ്റെ ശക്തി നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ ആ വചനത്തിലേക്ക്, ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഓടിച്ച് ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് അന്വേഷിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയാകട്ടെ. ദൈവത്തെ പോലെ നമ്മെ സൃഷ്ടിച്ചു. അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം നമ്മെ സൃഷ്ടിച്ചു. ദൈവം ബലവാനായിരിക്കുന്നത് പോലെ നാമും ബലവാനായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ദൈവത്തിൻ്റെ മറ്റൊരു പര്യായനാമമാണല്ലോ ബലശാലി എന്നുള്ളത്. അവൻ ബലശാലിയെങ്കിൽ ദൈവം സൃഷ്ടിച്ച നാം ഓരോരുത്തരും ബലമുള്ളവരായി കനശാലികളായി മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ മുഖത്തെ അന്വേഷിക്കാം. ഇടവിടാതെ അവൻ്റെ മുഖത്തെ നമുക്ക് അന്വേഷിക്കാം. സദൃശവാക്യങ്ങൾ 8 അധ്യായം അതിൻ്റെ 17 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. സ്തോത്രം. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. നാം ദൈവത്തെ സ്നേഹിച്ചാൽ അവൻ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഏത് അവസ്ഥകളിലും, അവസ്ഥയിൽ കൂടി നാം കടന്നുപോയാലും അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷേ നാം പ്രതികൂല അവസ്ഥകൾ കൂടി കടന്നുപോയേക്കാം. ഒരുപക്ഷെ നാം ബലമില്ലാത്തവരായി തീർന്നേക്കാം. ഒരുപക്ഷെ നാം ക്ഷീണിച്ചു പോയേക്കാം. എന്നാൽ നമുക്ക് ബലം തന്ന് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും എന്നത് യാഥാർത്ഥമായ ഒരു കാര്യമാണ്. സ്തോത്രം. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു: എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ദൈവത്തെ നമുക്ക് ജാഗ്രതയോടുകൂടെ അന്വേഷിക്കാം. നല്ല മനസ്സോടുകൂടെ അന്വേഷിക്കാം. പൂർണ്ണ ഹൃദയത്തോടുകൂടി നാം ദൈവത്തെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് ദൈവം പറയുന്നത്? ദൈവത്തെ അന്വേഷിപ്പീൻ, അവൻ്റെ മുഖത്തെ നോക്കുവീൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ആമോസിൻ്റെ പുസ്തകം 5:4 പറയുകയാണ്: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പീൻ. അപ്പം എന്തിനു വേണ്ടിയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? നാം ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ പ്രയാസവേളയിൽ, കഷ്ടവേളയിൽ, ദുഃഖവേളയിൽ നമ്മെ പരിപാലിപ്പാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവമാകുന്നു. യെശയ്യാവ് അതിൻ്റെ 40 അധ്യായം
അതിൻ്റെ 29, 30, 31 വചനങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, അവൻ ബലമില്ലാത്തവന് ബലം നൽകുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാര് വിടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. സ്തോത്രം. അപ്പം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയായിത്തീരും. സ്തോത്രം. ദൈവത്തെ അന്വേഷിച്ച് അവൻ്റെ മുഖത്തെ അന്വേഷിച്ചാൽ ദൈവം നമുക്ക് വാഗ്ദത്തം തരും. വാഗ്ദത്തങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അങ്ങനെയാണ് യെശയ്യാവ് 41 അധ്യായം 10 വാക്യത്തിൽ ഇങ്ങനെ വന്ന്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അവൻ പ്രയാസവേളയിൽ, കഷ്ടവേളയിൽ, ദുഃഖവേളയിൽ ശക്തീകരിച്ച് അവൻ്റെ കൈ കൊണ്ട് താങ്ങി അവൻ നമ്മെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാകുന്നു. നമുക്കതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തിൻ്റെ മുഖത്തെ നോക്കാം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ധാരാളം ഗുണങ്ങൾ ദൈവവചനത്തിൽ പ്രതിഫലമായി നൽകിയിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ നമുക്ക് തരുന്ന ഗുണങ്ങളാണ്. അവൻ നമുക്ക് നീതി തരുന്നുണ്ട്, അവൻ നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്, അവൻ നമ്മുടെ പ്രയാസവേളയിൽ നമ്മെ രക്ഷിക്കുന്നുണ്ട്. കയ്പുള്ള അവസ്ഥയിൽ നിന്നും മധുരമായ അവസ്ഥകളിലേക്ക്, സന്തോഷത്തിൻ്റെ അവസ്ഥകളിലേക്ക് അവൻ നമ്മെ നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നീതി എന്ന കവചം അവൻ നമ്മെ ധരിപ്പിക്കും. ആ സ്തോത്രം. അവൻ നമുക്ക് വാസസ്ഥലമൊരുക്കും. സ്തോത്രം. ദൈവത്തെ അന്വേഷിച്ചാൽ ഇതെല്ലാം നമുക്ക് പ്രതിഫലമായി ദൈവം തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം. ആ ദൈവമുഖത്തേക്ക് നോക്കാം, അവനിലേക്ക് ചാരാം. സ്തോത്രം, സ്തോത്രം. ആ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ആരെങ്കിലും തളർന്നിരിക്കുന്ന അവസ്ഥയെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ. ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.